ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലെ ചില ദിവസങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മൾ വലിയ പ്ലാൻസ് ഉണ്ടാക്കും, നമ്മളുടെ ഗോൾസൊക്കെ എഴുതി വെക്കും. നമ്മളോട് തന്നെ ഒരു പ്രോമിസ് ചെയ്യും, ഞാൻ ഈ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യും, ഇത്തവണ ഞാൻ എന്തായാലും ഇത് ചെയ്തിരിക്കും എന്നൊക്കെ നമ്മളോട് പ്രോമിസ് ചെയ്യും. കാരണം ഇത് പലതവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള പ്രോമിസുകളൊക്കെ നമ്മളോട് തന്നെ കൊടുക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴോ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹാബിറ്റ് ഇല്ലാതെയാകും. നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിച്ച ആ ഒരു ഗോള് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ തുടങ്ങും. ആളുകൾ ചിന്തിക്കുന്നത് ഇതൊരു മടിയാണ് എന്നുള്ള രീതിയിലാണ്, ലേസിനെസ് ആണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ശരിയായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് മടിയല്ലെങ്കിലോ, ശരിക്കും മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും പ്രശ്നമെങ്കിലോ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്, ഒരു വികാരമാണ്. ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും, ചില ദിവസങ്ങളിൽ ഭയങ്കര ടയേർഡായിട്ട് തോന്നും, ചില ദിവസങ്ങളാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് തോന്നുന്ന ദിവസങ്ങൾ കൂടി നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്താണെങ്കിൽ, മോട്ടിവേഷൻ വന്നും പോയും ഇരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളുടെ റിസൾട്ടും അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആരും മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിനെ മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് എടുക്കുന്നു, ബ്രഷ് ചെയ്യുന്നു. അവിടെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കാറുണ്ടോ? എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിയതിന് ശേഷമാണോ നിങ്ങൾ ബ്രഷ് ചെയ്യാൻ തുടങ്ങുന്നത്? നിങ്ങളത് വളരെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്യും, അല്ലേ? എന്തുകൊണ്ടാണ്? അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. സോ നിങ്ങൾ തുടങ്ങുന്ന എന്ത് കാര്യവും വിജയത്തിൽ എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ റിയൽ ആയിട്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിരിക്കണം. നിങ്ങളുടെ ഡെയിലി ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമായിരിക്കരുത് അത്. നിങ്ങൾ ഓരോ ദിവസവും ആലോചിച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് ഈ ഒരു റുട്ടീൻ. ഒരാളുടെ ലൈഫിൽ കൺസിസ്റ്റൻസി ഇല്ലാതാവുന്നെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ്. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കങ്ങ് മാറ്റാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നു, 30 പേജ് വായിക്കുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അതായത് ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി നിങ്ങളങ്ങ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനൊരു ലൈഫ് പെട്ടെന്നങ്ങ് മാറിക്കഴിഞ്ഞാൽ വളരെയധികം ഇൻസ്പയറിംഗ് ആയിരിക്കും, അല്ലേ? പക്ഷേ ഇത് ശരിക്കും സസ്റ്റൈനബിൾ ആണോ? ഇതങ്ങ് തുടർന്ന് പോകുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ സഡൻലി പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ലൈഫ് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എത്ര ദിവസം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്? നമ്മളുടെ തലച്ചോറ്, നമ്മളുടെ ബ്രെയിൻ ഈ സഡൻ ആയിട്ടുള്ള മാറ്റങ്ങളെ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാം ഒറ്റയടിക്ക് മാറ്റിയേക്കാം എന്ന് വിചാരിക്കുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക, ചെറുതായി തുടങ്ങുക. ദിവസം 1 പേജ് വായിക്കുക, 5 മിനിറ്റ് നടക്കുക, 2 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും മാറ്റുക. നിങ്ങളുടെ ഗോളെന്ന് പറയുന്നത് നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു വിശ്വാസം ബലപ്പെടുത്താനുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങളോട് തന്നെ പറയുന്ന ഒരു ഉറപ്പാണത്. ഓരോ തവണയും നിങ്ങളോട് കൊടുക്കുന്ന പ്രോമിസുകൾ നിങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് വളരുന്നത്. എന്നാൽ ഓരോ തവണയും നിങ്ങളോട് ചെയ്യുന്ന പ്രോമിസുകൾ പാലിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അതുപോലെ തന്നെ കുറയുന്നുണ്ട്. അതേ കാര്യം വീണ്ടും അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മ വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് കൊടുത്തിരിക്കുന്ന പ്രോമിസുകൾ, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം, തുടർച്ചയായ ഒരു കാര്യം ചെയ്യാനുള്ള ആ ഒരു വികാരം നിങ്ങളിൽ കൂട്ടുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ചുറ്റുപാട്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളത് കഴിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ളത് മുഴുവൻ ജങ്ക് ഫുഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കഴിക്കാനും തോന്നും. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫോൺ ബെഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കിടക്കാനും ഫോൺ സ്ക്രോൾ ചെയ്യാനും തോന്നും. പലപ്പോഴും ഈ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുക എന്നതിനേക്കാളും
നിങ്ങൾ കറക്റ്റായിട്ടുള്ള റൈറ്റ് ചോയ്സുകൾ എടുക്കുക എന്നുള്ളത് കൂടിയാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് കൺസിസ്റ്റൻസി കൊണ്ടുപോകുക എന്നുള്ളതല്ല. അതിന് പകരം സാധാരണ കാര്യങ്ങൾ, ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരേണ്ടത്. സോ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്ത് വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അതൊരു വർക്കൗട്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, നിങ്ങൾക്കത് വിജയത്തിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, സ്മോൾ ആക്ഷൻസ്. അത് പക്ഷേ എല്ലാ ദിവസവും ഒരേപോലെ റിപ്പീറ്റ് ചെയ്യണം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും നിങ്ങളിത് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾക്ക് ആ ഒരു കാര്യത്തെ കോൺക്വയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്. ഇങ്ങനെയാണ് ഓരോരുത്തരും വിജയം ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വേണം നിങ്ങളുടെ ഒരു പുതിയ വേർഷനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ചോദിക്കരുത്, ഞാൻ എൻ്റെ എൻറ്റയർ ലൈഫിനെ എങ്ങനെ മാറ്റും എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങളോട് ചോദിക്കേണ്ടത് ഇതാണ്, അടുത്ത 7 ദിവസത്തേക്ക് എന്ത് പോസിറ്റീവായിട്ടുള്ള ഒരു ചെറിയ മാറ്റം എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ആ കാര്യം 7 ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്ര സിമ്പിളായിരിക്കുകയും വേണം. അതിൽ തുടങ്ങുക, അതിൽ തന്നെ സ്റ്റേ ചെയ്യുക. 7 ദിവസം ആ ഒരു കാര്യം മാത്രം പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത ലെവലിലേക്ക് അപ്ഡേറ്റഡ് ആവുക. ഇങ്ങനെ മാത്രമായിരിക്കും നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും കാണാം. ബൈ.